ഞാനപ്പോഴേ ഇന്ന് ഞാനൊരു ചീരനെ ഞാൻ വളർത്തിയതെന്ന് പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീരനെ വളർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ അറിഞ്ഞും കൊണ്ട് മുളച്ചു വന്നതല്ല, ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പരിചയപ്പെടുത്തരാം. ഇതിൻ്റെ കടയ്ക്ക് ഒരു റോബസ്റ്റ് വാഴ നിങ്ങൾ കണ്ടുകൊണ്ട് എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കടയ്ക്ക് ഞാൻ ചീര കട പറിച്ചിങ്ങാഞ്ഞിട്ട് അതിൻ്റെ കൊള്ളിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. ആ ശ്രദ്ധ എൻ്റെ പോയി. പിന്നെ കൊല വെട്ടി വാഴയൊക്കെ പറിച്ച് വെച്ച് ഞാൻ രണ്ട് കുറ്റി കൊത്തമരയൊക്കെ നട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നനയൊക്കെ കൂട്ടിയതിന് ശേഷം നോക്കിയപ്പോണ്ട് ചീര നന്നായിട്ട് മുളച്ചു വന്നു. കട്ട പിടിച്ച് തന്നെ മുളച്ചു വന്നിട്ട് കേട്ടാ. എന്ത് നല്ല ചീരയെന്ന് നോക്കി. അപ്പം ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറിച്ച് കളയാൻ പറ്റില്ല. കാരണം നല്ല വെയിലുള്ള സ്ഥലത്തിന് ഇത് മുളച്ച് നിൽക്കുന്നതും കുറച്ച് കട്ട കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. നല്ല വെയിലുള്ള സ്ഥലത്തിന് നിൽക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നിർത്തി വന്ന തൈകളാണ് ഈ കാണുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് ചീരയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല വെയിലും പിന്നെ ചാണകം വെള്ളം ഗോമൂത്രം അപ്പോൾ ഇതൊക്കെ കൊടുത്താൽ പിന്നെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നേരം നനയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്ര നല്ല. ചീരയുടെ കടയ്ക്ക വെള്ളം ശരിക്കും കിടക്കണം, എന്നാലാണ് ചീരയ്ക്ക് അത്രത്തോളം ചീര നല്ല ഗുണത്തിൽ വരും ചെയ്യും. 2 നേരം നനയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്ര നല്ലതാണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഞാൻ വേണ്ട അതിൻ്റെ ഒരു തൈ പറിച്ച് കന്ന് പറിച്ച് നട്ടിട്ടുള്ളതാണ്. പിന്നെ ഇതിവിടെ കുറച്ചൊക്കെ ചീരകൾ കുറച്ച് ചെറുതായിട്ട് വരണ്ടേ. അത് മണ്ണിന് നമ്മൾ ചീരയ്ക്ക് നടാൻ വേണ്ടി ഉദ്ദേശിച്ച് ചെയ്തതല്ലല്ലോ. അതിൻ്റെ പേരിൽ മണ്ണിൻ്റെ കുറച്ചൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് ഇഷ്ടമായി കിട്ടുന്നുണ്ട് ചീര കേട്ടോ. അപ്പോൾ അത് നിങ്ങളിങ്ങനെയൊക്കെ ആയിപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാനപ്പോൾ ഈ വീഡിയോ എടുത്തത് തന്നെ കേട്ടോ. അപ്പോൾ ഈ ചീരക്കട വേണ്ട ഇതിപ്പോൾ ഞാനിന്ന് മുറിച്ചെടുക്കും. ഈ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കട പറിച്ചെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ ബിസിനസ്സിന് കച്ചവടത്തിനൊക്കെ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇത് നമ്മളിവിടെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ 2-3 സൈഡിലെ ശിഖരങ്ങൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഉണ്ടായി കിട്ടും. അപ്പോൾ ഒരു 10-15 കട ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിലേക്ക് സുഖമായിട്ട് ചീര നമുക്ക് വേനൽക്കാലം ഏറ്റവും നല്ലതല്ലേ, അതൊക്കെ വെച്ച് കഴിക്കാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ചീര നട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കടയ്ക്ക് ഒരു പുല്ല് വളരാൻ സമ്മതിക്കരുത് കേട്ടോ. അത് നമ്മൾ കുറച്ച് നട്ടിട്ടുള്ളെങ്കിലും അതിനെ നമ്മൾ പറിച്ചെടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ല് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുല്ല് വളർന്നു കഴിഞ്ഞാൽ വളം വലിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വെള്ളം പുല്ലും മണ്ണിളക്കവും ഉണ്ടെങ്കിൽ ചീര നമുക്ക് വീട്ടിൽ സുന്ദരമായിട്ട് ഉണ്ടാവും കേട്ടോ. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ചീരയുടെ വീഡിയോ. ശരി, ഓക്കെ.